ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടുന്ന ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യൂഷ്വലി ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുട്ടയുടെ മഞ്ഞക്കരുവാണ്. അതിനെ ഒരു മുട്ട ഇങ്ങനെ ഒരു ബോളിലോട്ട് പൊട്ടിച്ചഴിച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാപ്പിപ്പൊടിയിൽ കഫീൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ തരിതരിയായിട്ടായിരിക്കും ഫസ്റ്റ് ഇരിക്കുന്നത്. കുറച്ച് നേരം അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്ക് അത് മെൽറ്റായിട്ട് ഫുൾ അലിഞ്ഞ് ചേർന്നത് ഇങ്ങനെ കിട്ടും. പിന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കടലമാവോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പാൽപ്പൊടിയാണിരുന്നത്, കുഞ്ഞിന് കൊടുക്കുന്ന പാലില്ലേ, അതിൻ്റെ ഒരു പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിനായിട്ട് ഇതേ കുറച്ച് പാലിങ്ങനെ ഒരു ബോളിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഒരു കോട്ടണിൽ മുക്കി ആ കോട്ടൺ വെച്ച് നമ്മുടെ ഫേസ് ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലെൻസ് ആവും കേട്ടോ. നമ്മൾ ഓൾറെഡി ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് വേണം എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മിററൊന്നും ഇരിപ്പില്ല. ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ഫേസ് പാക്ക് മുഴുവനായിട്ട് തന്നെ 3 ലെയേഴ്സായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഫസ്റ്റ് ലെയർ, പിന്നെ വീണ്ടും താഴേന്ന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ നല്ല തിക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 20 മിനിറ്റ്സ് കൂടുതൽ ഇത് വെച്ചിരിക്കാൻ പാടില്ല കേട്ടോ. 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു പോകും. അങ്ങനെ മാസത്തിൽ 2 തവണ നമുക്കിതിങ്ങനെ ചെയ്യാം. അങ്ങനെ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫേസൊക്കെ എൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കഴുത്ത് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഫേസ് തിരിക്കുമ്പോൾ അറിയാം എനിക്ക് വലിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാൻ പോവാം. വാഷ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ റിസൾട്ട്. എൻ്റെ ഫേസ് നന്നായിട്ട് ഗ്ലോ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഈ റെമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടി കേട്ടോ. നിങ്ങൾക്കിനിയിപ്പം ഈ ലൈറ്റിൽ എത്രത്തോളം അത് വ്യക്തമാകുന്നുണ്ടെന്ന് അറിയത്തില്ല. എല്ലാവരും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ടുള്ള റിസൾട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എനിക്ക് കൊറോണ ടൈമിൽ എനിക്ക് ആക്നെ പിടിച്ചായിരുന്നു. ഫുൾ പിമ്പിൾസ് ആയിട്ട് എനിക്ക് ഒരാളെ നോക്കാൻ കൂടിയുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടായിപ്പോയി. അതിൻ്റെ റീസൺ ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, കൊറോണ ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 1.5 മാസത്തോളം ലീവ് കിട്ടി. അപ്പോൾ ഇങ്ങോട്ട് പോരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം അയർലൻഡിലേക്ക് വരാനുള്ള പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാരണം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കിട്ടുന്ന അവസരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും റിസൈൻ ചെയ്ത് നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് കറങ്ങാനൊക്കെ പോയി എപ്പോഴും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒറ്റയടിക്ക് എൻ്റെ വെയിറ്റ് എനിക്കൊരു 56 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, 55 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിലെ വെയിറ്റ്. അപ്പം ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. പിന്നെ ഗൾഫിൽ നിന്ന് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കൊണ്ടുവരും. നിഡോയുടെ പാൽപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് എപ്പോഴും ഷെയ്ക്ക് അടിച്ച് കുടിക്കും. എനിക്ക് ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഷെയ്ക്ക് അടിച്ച് കുടിക്കുമായിരുന്നു. അതിലൊക്കെ പിന്നെയും ഷുഗർ ആഡ് ചെയ്തായിരുന്നു കഴിക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് വെയിറ്റ് വെച്ചതിൻ്റെയും കൂടെ ആണെന്ന് തോന്നുന്നു എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. എനിക്കങ്ങനെ ആക്നെ പ്രോൺ സ്കിന്നായിട്ടുള്ളൊരു ആളല്ല ഞാൻ. പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഒരു പിമ്പിൾ അങ്ങാനും വരും. അത് മാർക്കൊന്നും ഉണ്ടാവാണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് തനിയെ അങ്ങ് പോവുകയും ചെയ്യും. എല്ലാ മാസവും അങ്ങനെ വരും, 1-2 എണ്ണം. അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നൊരു ഫേസ് അല്ലായിരുന്നു എൻ്റെത്. എന്നിട്ടും കൂടി ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. ആദ്യം 1 വന്നു, 2 വന്നു, പിന്നെ വരുന്നതൊന്നും പോകുന്നുമില്ല, നിറച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പം പിമ്പിൾസ് ഇല്ലാത്തൊരു ഭാഗം ഇല്ലാണ്ടായി. ഈ 2 കവിളും ഇങ്ങനെ തുരുതുരാന്ന് കണ്ട ആളുകൾക്കൊരു വെറുപ്പ് തോന്നുന്ന പോലെയായി. ഫേസ് ഇങ്ങനെ കുരുക്കുരാന്നിങ്ങനെ കുരുക്കൾ വരാൻ തുടങ്ങി. ഭയങ്കര സങ്കടമായി. ആ സമയത്താണ് കൊറോണ ആയി. പിന്നെ മാസ്ക് ഇല്ലാണ്ട് വെളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോഴേക്കും എനിക്ക് ഏകദേശം അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടു, സ്റ്റിൽ വർക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും. പിന്നെ ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി കയറി.
കയറി. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം മാസ്ക് ഇല്ലാണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ വെയിറ്റ് വെച്ചതിൻ്റെയാണ് റീസൺ. പിന്നെ ഈ മാസ്കും കൂടെ വെക്കുമ്പം നമ്മൾ ശ്വസിക്കുന്ന ചൂടുവായുവില്ലേ നമ്മൾ പുറത്തോട്ട് വിടുന്നത്, അത് വെളിയിലോട്ട് പോകാണ്ടിരുന്നിട്ടാണ് അത് വേഴ്സായെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനിടയ്ക്ക് ഞാൻ അയർലൻഡിലോട്ട് വരേണ്ടി വന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എനിക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് മാസ്ക് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയും മാസ്ക് വേണം, ഇവിടെ വെളിയിൽ പോവാണെങ്കിലും മാസ്ക് വേണം. അയർലൻഡിലേക്ക് വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എന്നെ അവർക്കെല്ലാം ഞാൻ പുതിയ മുഖമാണ്. അവരാരും എന്നെ മുന്നേ കണ്ടിട്ടില്ല, അവരാദ്യമായിട്ട് എന്നെ കാണുന്നവരാ. ഞാൻ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മനസ്സിലൊരു ആൻസൈറ്റി ആയി, എൻ്റെ ഫേസ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ കാണുമ്പം അവരിനി എന്ത് വിചാരിക്കും, ഞാനിനി ഇങ്ങനെയാണോ, അങ്ങനെയൊക്കെ ഭയങ്കര കൺസേൺഡ് ആയി. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ വിചാരിച്ചോട്ടെ എൻ്റെ ഫേസ് എപ്പോഴും ഇങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. എന്നെ നല്ലൊരു ഫേസിൽ അവരാരും കണ്ടിട്ടില്ലല്ലോ. നാട്ടിൽ വെച്ച് തന്നെ ഞാൻ കാണാൻ പോവാത്ത സ്കിൻ ഡോക്ടേഴ്സ് ഇല്ല കൊല്ലത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലെയും പേര് കേട്ട എല്ലാ ഡോക്ടേഴ്സിനെയും ഞാൻ പോയി കണ്ടു. അവർ തരുന്ന മരുന്നുകളെല്ലാം ഞാൻ പരീക്ഷിച്ചു. അവർ തരുന്ന ഓയിൻമെൻറ്റുകളെല്ലാം ഇട്ടു. ലാസ്റ്റ് ഞാൻ അവിടുത്തെ ഒരു ഫേമസ് ഒരു ലേഡി ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി തന്നെ അങ്ങ് തീരുമാനിച്ചു എനിക്ക് PCOD ആണെന്ന്. എന്നിട്ട് എനിക്ക് മെറ്റ്ഫോമിൻ, അതായത് നമ്മൾ ഷുഗറിന് കഴിക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, അത് PCODക്ക് കൊടുക്കാറുണ്ട്, ട്രീറ്റ് ചെയ്യാൻ ഇത് കൊടുക്കാറുണ്ട്. മെറ്റ്ഫോമിൻ എനിക്ക് തന്നു. ഇത് ഞാൻ 1-2 ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി. എനിക്ക് PCOD ആണോ എന്ന് ഡോക്ടർ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വെറുതെ പുള്ളിക്കാരി അങ്ങ് മെഡിസിൻ തന്നാൽ ഞാനിത് എന്തിനാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചു. ഞാനത് കഴിച്ചില്ല. എനിക്ക് ഓൾറെഡി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അല്ലാതെ എനിക്ക് PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് വെച്ചെന്നുള്ള റീസൺ എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ അയർലൻഡിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഞാനൊന്ന് തീരുമാനിച്ചു എൻ്റെ സ്കിന്നെ ഇങ്ങനെ പോയാൽ പോരാ. അപ്പം യൂട്യൂബുകൾ കാണാൻ തുടങ്ങി. അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ട്രൈ ചെയ്യുന്നത് എൻ്റെ കണ്ടീഷനെ വേഴ്സാക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് പിന്നീടാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റിയേ പറ്റത്തോളം എന്നൊരു അവസ്ഥയിൽ ഞാൻ പുതിയത് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ വീഡിയോസ് ഞാൻ പണ്ട് തൊട്ട് ആദ്യമായിട്ട് ഒരു യൂട്യൂബറെ ഞാൻ കണ്ടു തുടങ്ങുന്നത് തന്നെ ഞാൻ ഉണ്ണിയുടെ ചാനലാണ്. യൂട്യൂബിന് എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡൽഹിയിലോ അവിടെ പോയപ്പം ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേനും ഉണ്ണിക്ക് കണക്ക് ആക്നെ ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. എന്നാലും എൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല കേട്ടോ. അന്ന് ഉണ്ണി പറഞ്ഞൊരു കാര്യം, നമുക്ക് ആക്നെ ഉള്ള സമയത്ത് നമ്മൾ യാതൊരുവിധ പ്രോഡക്ട്സും പരീക്ഷിക്കാൻ പാടില്ലെന്നാണ്. ആ ഒരു സെൻറ്റൻസ് എന്നെ സ്ട്രൈക്ക് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാനിത് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ കൊണ്ടാണോ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ മാസ്കും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് കൂടുന്നുണ്ടെന്ന്. മാസ്ക് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് യാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ആ സമയത്ത് കൊറോണ ഭയങ്കര മൂർച്ഛിച്ചിരിക്കുന്ന സമയം, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മാസ്ക് ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മാക്സിമം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് 3 ദിവസം ഡ്യൂട്ടി ഉണ്ടാവുന്നത്. ചിലപ്പം അന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസമൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് വർക്കില്ലാത്ത ദിവസങ്ങളിലെല്ലാം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാസ്ക് കംപ്ലീറ്റ്ലി അങ്ങ് ഉപയോഗിക്കാണ്ടായി. കാരണം ഞങ്ങൾ നിൽക്കുന്നൊരു മലയാളി ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ അവരെ ഫേസ് ചെയ്യാനും എനിക്ക് മടിയാണ്. അവരില്ലാത്തപ്പോഴൊക്കെ ഞാൻ കിച്ചണിലോട്ട് ചെല്ലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എല്ലാ പ്രോഡക്ട്സും ഞാൻ നിർത്തി. എനിക്കാണെങ്കിൽ ഈ മണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ഷവർ ജെല്ലാവട്ടെ, ഫേസ് വാഷും ഫേസ് സ്ക്രബും ബോഡി സ്ക്രബും എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ നല്ല സ്മെല്ലുള്ളത് നോക്കി മേടിക്കുമായിരുന്നു. പക്ഷെ അന്നിങ്ങനെ ഞാൻ കേട്ട ഈ ഫ്രേഗ്രൻസിന് വേണ്ടി ആഡ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ എപ്പോഴും നല്ല പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രേഗ്രൻസ് ഫ്രീ, അതായത് സ്മെല്ലില്ലാതെ ഉള്ള പ്രോഡക്ട്സുകളായിരിക്കും എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പം ഞാൻ അന്ന് തുടങ്ങി ഞാൻ ആ സിമ്പിൾ എന്ന് പറഞ്ഞ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ പതയ്ക്കുമില്ല, ഭയങ്കര മൈൽഡാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മൈൽഡാണത്. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തൊരു കാര്യം, ബാക്കി പ്രോഡക്ട്സുകളെല്ലാം നിർത്തി. ദിവസം 2 നേരം, ഒരു നേരം കുളിക്കുമ്പോഴും ഒരു നേരം രാവിലെ ഫ്രഷ് ആവുന്ന സമയത്ത്, അങ്ങനെ 2 വട്ടം മാത്രമേ ഞാൻ ഫേസ് വാഷ് ചെയ്യത്തുള്ളൂ. ഒരുപാട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതും ഓരോ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതോ, നമ്മൾ ഈ സ്കിന്നിനെ മസാജ് ചെയ്തല്ലേ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് സെബം, പോർസ് ഓപ്പൺ ആയിട്ട് ആ സെബം ഒരുപാട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എണ്ണമയം കൂടും, ഫേസിൽ പിമ്പിൾസ് കൂടാനാണ് ചാൻസ് ഉണ്ടാക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൈ കൊണ്ട് നമ്മൾ തൊടാനേ പാടില്ല. അത് ഞാൻ പഠിച്ചു, ഞാൻ തൊടത്തേ ഇല്ല. പിന്നീട് എനിക്ക് എന്തെങ്കിലും കാരണത്തിന് തൊടണമെങ്കിൽ പോലും ഞാൻ വേഗം പോയി കൈ കഴുകിയിട്ടേ തൊടുള്ളൂ. ഒരു പിമ്പിളിൻ്റെ അടുത്ത് തൊട്ടിട്ട് നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ അത് പടരുക, ആ ഒരു ഫ്ലൂയിഡ് തട്ടിയിട്ട് അത് പടരുക ചെയ്യുന്നത്. അപ്പം ഫാർമസിയിൽ പോയി കണ്ടിട്ട് ഞാനൊരു ഓയിൻമെൻറ്റ് വാങ്ങിച്ചായിരുന്നു. ആ ഓയിൻമെൻറ്റിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അത് ആഡ് ചെയ്യാം, അത് ഏത് ഓയിൻമെൻറ്റ് ആണെന്നുള്ളത്. ആ ഓയിൻമെൻറ്റ് വേറെ എവിടെ ഇടണ്ട, ആ പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം തൊട്ടിട്ടാൽ മതി. അങ്ങനെ ഞാൻ രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഇടാറുണ്ട്. ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് കഴുകി കളയാറുമുണ്ട്, വെച്ചിട്ട് കിടക്കാറില്ല. കടലമാവൊക്കെ ഇട്ട് മുഖം കഴുകിയൊക്കെ നോക്കി കേട്ടോ. എന്നിട്ട് എന്തിട്ടിട്ടും ഇതൊക്കെ തന്നെ അവസ്ഥ. എൻ്റെ പ്രോഡക്ട്സ് എല്ലാം കുറച്ചു. രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ ക്രീം ആണെങ്കിൽ പോലും ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. അത് ഞാൻ വൈകിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്തിട്ടേ ഞാൻ കിടക്കുള്ളൂ. മുഖത്ത് രാത്രിയിൽ നമ്മുടെ ആ സെൽസൊക്കെ ബ്രീത് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരു നൈറ്റ് ക്രീമുകളും ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. കൊറോണയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴത്തേനും അങ്ങനെ പെർമനൻറ്റ് ബേസിൽ മാസ്ക് യൂസ് ചെയ്യേണ്ടെന്നുള്ളൊരു
റൂള് ഞങ്ങൾക്ക് അവിടെ വന്നു. അതിന് മുന്നേ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം കുറച്ചപ്പോൾ തന്നെ കുറച്ച് എനിക്ക് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മാസ്കും കൂടെ കുറഞ്ഞപ്പോഴത്തേന് അത് കംപ്ലീറ്റ്ലി എനിക്ക് കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. ഇഷ്ടം ഇവിടെ തണുപ്പ് രാജ്യമായിട്ട് നമുക്കതിനെ ചൂടെടുക്കില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പം നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന 2 ലിറ്റർ വെള്ളം കുപ്പിയിലെടുത്ത് ഞാൻ കുടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അഡിക്വേറ്റായിട്ട് ഞാൻ വെള്ളം എടുക്കാൻ തുടങ്ങി മസ്റ്റായിട്ടും. എൻ്റെ പിമ്പിൾസ് ഇങ്ങനെ കുറഞ്ഞു വന്നു. അതായത് ഞാൻ കുറേ നാളത്തേക്ക് ഇങ്ങനെ സ്കിന്നിൽ അധികം തൊടാണ്ടിരുന്നു, വേറെ പ്രോഡക്ട്സ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വെറുതെ ഈ ഫേസ് വാഷ് 2 വട്ടം ഫേസ് വാഷ് ഇട്ട് മുഖം മാത്രം കഴുകി. ഈവൻ മോയ്സ്ചറൈസർ പോലും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കരുത്, ആക്നെ ഉള്ള സമയത്ത്. ഗ്രാജുവലി എൻ്റെ പിമ്പിൾസ് വരുന്നത് കുറഞ്ഞു. എനിക്ക് തന്നെ മനസ്സിലായി ഇപ്പം പുതിയ പിമ്പിൾസ് ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത വലിയൊരു കടമ്പയെന്ന് വെച്ചാൽ ഈ പാടുകൾ വെച്ചാൽ അത്രത്തോളം വേഴ്സായി. ഈ 2 സൈഡും ഇങ്ങനെ പാടുകളായി, കറുത്ത പാട്, തുരുതുരാന്ന് കുരുക്കൾ വന്ന് അതുപോലെ പാടായി. ആ പാടുകൾ എങ്ങനെ മാറ്റണമെന്നുള്ള വീഡിയോസ് ഞാനിങ്ങനെ കണ്ട് വെച്ചിരുന്നായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് വർക്കായ ഒരു കാര്യം, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യം, ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ചുമന്ന തൊലിയുള്ളൊരു പൊട്ടറ്റോ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ള പൊട്ടറ്റോയിൽ മതി. അതിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴേ ഇതുപോലെ അതിനകത്ത് ഇങ്ങനെ നീര് വന്നിരിക്കും. ഈ നീര് നമുക്ക് എവിടെയാണോ പാടുള്ള അവിടോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് ഭാഗത്താണോ ഇപ്പം ഇവിടെയൊക്കെ എനിക്കിപ്പം പോകുന്ന പിമ്പിൾസിൻ്റെ പാടൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല, ഞാനത് ഇഗ്നോർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ ഏത് പാടാണോ ഉള്ളത് അവിടെ ഇങ്ങനെ അതിങ്ങനെ ഒപ്പി വെച്ച് കൊടുക്കുക. 10-20 മിനിറ്റ് കഴിഞ്ഞ് അതങ്ങ് ഡ്രൈ ആയി പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം. വെറുതെ സോപ്പൊന്നും ഇടണ്ട, വെറുതെ അങ്ങ് കഴുകി കളയാം. ഇങ്ങനെ നിങ്ങളൊരു 14 ഡേയ്സ് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റനിങ് ക്രീം ആണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ നമുക്ക് ഓരോ ലെയേഴ്സ് ഉണ്ടല്ലോ, ഡെർമിസ്, എപ്പിഡെർമിസ്, അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ സ്കിന്നിൻ്റെ ഈ പുറത്തെ ഈ ലെയർ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് അത് ഷെഡ് ചെയ്ത് പോവുകയെന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ് എല്ലാം കൂടെ അതങ്ങ് പോവും. പുറത്തുള്ള കറുത്ത സ്കിന്ന് പോയിട്ടാണ് അടിയിലുള്ള ആ ലൈറ്റിനായിട്ടുള്ള സ്കിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രോസസ്സിനെ അതിങ്ങനെ ഫാസ്റ്റനാക്കിയിട്ടാണ് നമ്മൾ വേഗം ഒന്ന് ഗ്ലോ വെച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ സാധനവും ചെയ്യുന്നത്. ആ സ്കിന്നിൻ്റെ അവിടെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരുപാട് നാളെടുത്ത് കൊഴിഞ്ഞു പോവേണ്ട ആ ഒരു ലെയർ വേഗം അതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ ആ പാടുകളെ കുറയ്ക്കാൻ വേണ്ടി മാറും. എൻ്റെ ആ കുരുക്കൾ വന്ന ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് പോകേണ്ട കാര്യമില്ല, പക്ഷേ ഇത് നന്നായിട്ട് പോയി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നത്, ഫേസ് 2 നേരം വാഷ് ചെയ്യുമ്പോഴും മസ്റ്റ് ആൻഡ് ട്രൈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. എപ്പോഴും ഞാൻ ഒരേ ഒരു പ്രോഡക്റ്റിൽ മാത്രം ഇങ്ങനെ നിൽക്കത്തില്ല, ഞാൻ മാറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഫേസ് വാഷ് ആണെങ്കിലും സിമ്പിളിൻ്റെ തന്നെ ഫേസ് വാഷും, പിന്നെ നമ്മുടെ ഇവിടെ കിട്ടുന്ന നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ലാക്കൂറെ എന്നാണെന്ന് തോന്നുന്നത് എൻ്റെ പ്രൊനൗൺസിയേഷൻ, LACURA, അതിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് സ്മെല്ലൊന്നും ഉള്ളതല്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണത്. സിമ്പിൾ തരുമ്പോൾ അത് ഉപയോഗിക്കും, അത് തരുമ്പോൾ വീണ്ടും സിമ്പിൾ വാങ്ങി, അങ്ങനെ അത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാനത് യൂസ് ചെയ്യും ഫേസ് വാഷിന് വേണ്ടിയിട്ട്. പിന്നെ മോയ്സ്ചറൈസർ ഒന്നുമില്ല. ഈ നിവ്യയുടെ പ്രോഡക്റ്റ് എനിക്ക് പറ്റില്ല കേട്ടോ. നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ പണ്ട് കൊണ്ടുവരുന്ന നിവ്യയുടെ പ്രോഡക്റ്റ് എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ കുരുക്കൾ വരും. അപ്പം എനിക്ക് ഫേസിന് പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ ആക്നെ വന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ പഠിച്ചു കേട്ടോ. അതായത് എനിക്ക് കേട് പറ്റത്തില്ല. എനിക്ക് ഉള്ളി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ യോഗട്ട് തൈരില്ലേ, അത് പക്ഷെ മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് തൈരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം ഉറപ്പായിട്ടും പിമ്പിൾസ് വരും. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു ഇതോടെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയാണ് ചേരാത്തതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഫേസ് വാഷ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ ചെയ്യുക, അല്ലാതെ ഞാൻ ഫേസിൽ ഒരു ഫൗണ്ടേഷനോ അങ്ങനെ വേറൊരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യണ്ടായി. അൺഡ്രൈസ് എനിക്ക് കറക്കാൻ തുടങ്ങി. ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി നമുക്ക് മന്ത്ലി എന്തായാലും നൈറ്റ് ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേനും എൻ്റെ കണ്ണിന് ഉറക്കം കിട്ടാണ്ട് കണ്ണിന് ചുറ്റും കറുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ അതും ആദ്യമായിട്ടൊരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് വാങ്ങിയതായി അൺഡ്രൈ ക്രീം. അത് കഫീൻ കണ്ടൻറ്റഡ് ആയിട്ടുള്ളൊരു ഐ ക്രീം അന്ന് സജസ്റ്റ് ചെയ്തു. ഞാൻ അന്ന് അത് മേടിച്ച് ഉപയോഗിച്ചു. ഇപ്പം ഞാൻ അങ്ങനെ അതൊന്നും ഉപയോഗിക്കത്തില്ല. സ്ഥിരം ഏതെങ്കിലും മാറ്റി ഏതെങ്കിലും ഒരു അണ്ടർ ഐ ക്രീം മസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ആ സമയത്ത് ഹസ്ബൻഡൊക്കെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ എടുപ്പിച്ചതാണ് കേട്ടോ. ഫെയർ ആൻഡ് ലവ് പണ്ട് ഞാൻ +2 പഠിക്കുമ്പോൾ അത് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഉപയോഗിക്കുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ നല്ല ഗ്ലോ ആയി വരുന്ന എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്നപ്പോൾ മേടിപ്പിച്ചു. അപ്പം അത് ഞാനിടും. ഇപ്പോഴും ഞാൻ അതിടും. എൻ്റെ അടുത്ത് തീരാത്തതുകൊണ്ട്, കാരണം കുറച്ച് മതിയല്ലോ. ഞാൻ ഫേസ് ഫുൾ ഇടത്തില്ല. എൻ്റെ ഈ കറുത്ത പാടുകളുള്ളടുത്ത് മാത്രം. ഞാൻ ഒരു 1-2 വർഷമായിട്ട് അതിൻ്റെ അടുത്ത് തീർന്നിട്ടില്ല. 2-3 ട്യൂബ് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം ഇരിക്കുന്ന ലാസ്റ്റ് ട്യൂബാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഉപയോഗിക്കില്ല കേട്ടോ. അങ്ങനെയാണ് ഈ പാടുകൾ ഇത്രയും ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ് പാക്ക് എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.